പാക് അധിനിവേശ കശ്മീരിലെ സംഘർഷത്തിൽ പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് പാക് ഭരണകൂടം. അടിസ്ഥാന സൌകര്യങ്ങൾ ഉറപ്പാക്കണം, മരിച്ച പ്രതിഷേധക്കാരന്റെ കുടുംബത്തെ സംരക്ഷിക്കണം തുടങ്ങി 38 ആവശ്യങ്ങളിൽ 21 എണ്ണവും അംഗീകരിച്ചു. പ്രതിഷേധങ്ങൾ അവസാനിപ്പിക്കാനും തീരുമാനമായി. സജു തോമസ് ചേരുന്നു. സജു, വിവരങ്ങൾ. ധന്യ, കഴിഞ്ഞ 2 ആഴ്ചയിലധികമായി പാക് അധിനിവേശ കശ്മീരിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ തുടരുകയായിരുന്നു. പ്രത്യേകിച്ച് പാകിസ്ഥാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ പ്രതിഷേധം മൂർച്ഛിക്കുകയായിരുന്നു. 2 ആഴ്ചക്കിടെ 12 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ഇതിൽ 3 പേർ പാകിസ്ഥാൻ സൈനികരാണ്. അത്തരത്തിൽ വലിയ പ്രതിഷേധങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ പാക് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഒരു സമന്വയത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പ്രധാനമായിട്ടും ഷഹബാസ് ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണകൂടം ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ വേണ്ടി എന്തുകൊണ്ട് വിസമ്മതിക്കും എന്നുള്ള ചോദ്യങ്ങളൊക്കെയും പ്രത്യേകിച്ച് വലിയ രീതിയിൽ ഇന്ത്യ അടക്കം ചോദിച്ച സാഹചര്യത്തിലാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഒരു അനുനയ നീക്കവുമായി മുൻപോട്ട് വന്നിരിക്കുന്നത്. 38 ആവശ്യങ്ങളായിരുന്നു സമരക്കാർ മുൻപോട്ട് വെച്ചത്. അതിൽ 21 ആവശ്യങ്ങൾ ഇപ്പോൾ അംഗീകരിച്ചിരിക്കുകയാണ്. പ്രധാനമായിട്ട് അവർ മുൻപോട്ട് വെച്ച ആവശ്യങ്ങൾ പാക് അധിനിവേശ കശ്മീരിലെ അടിസ്ഥാന സൗകര്യങ്ങൾ അത് വികസിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് സ്കൂളുകൾ, അതോടൊപ്പം തന്നെ ആശുപത്രികൾ, റോഡുകളടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അത് വികസിപ്പിക്കണമെന്നുള്ള പ്രധാനപ്പെട്ട ആവശ്യമാണ്. അത് അംഗീകരിക്കാൻ ഇപ്പോൾ പാകിസ്ഥാൻ സർക്കാർ തയ്യാറായിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ആക്രമണത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം നൽകാൻ വേണ്ടി സർക്കാർ ഇപ്പോൾ തയ്യാറായിട്ട്, അതോടൊപ്പം തന്നെ മരണപ്പെട്ടവരുടെ കുടുംബത്തിലെ ഒരാൾക്ക് സർക്കാർ ജോലിയും നൽകാൻ വേണ്ടി ഇപ്പോൾ സർക്കാർ സമ്മതിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് പാക് അധിനിവേശ കശ്മീരിൽ അടിസ്ഥാന സൗകര്യങ്ങളും പ്രത്യേകിച്ച് സ്കൂളുകളും റോഡുകളും ആശുപത്രികളും ഒക്കെയും വലിയ രീതിയിൽ അപര്യാപ്തതയുണ്ട്. അത്തരത്തിൽ വലിയ പ്രതിസന്ധികളും പ്രതിഷേധങ്ങളും ഒക്കെയും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അവിടെ നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ച് പാകിസ്ഥാൻ ഭരണകൂടം ഇവിടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല, ഇവിടേക്കുള്ള വോട്ടുകൾ മാത്രം മതി എന്നുള്ള ആക്ഷേപം നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധങ്ങളാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പാക് അധിനിവേശ കാശ്മീരിലെ ജനങ്ങൾ മുൻപോട്ട് വെച്ചത്. അതിപ്പോൾ ആളിക്കെത്തിയ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പാക് അധിനിവേശ കാശ്മീരിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഷഹബാസ് ഷെരീഫ് സർക്കാർ ഇപ്പോൾ മുൻപോട്ട് വന്നിരിക്കുന്നത്.